Children, today we are doing unit 6 degrees of comparison. Degrees of comparison നമ്മൾ വളരെ വ്യക്തമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. You should refer that also. അത് നിങ്ങൾ ഭംഗിയായിട്ട് നോക്കണം. The degrees of comparison denotes, the degrees of comparison denote or indicate or represent a change in the form of an adjective or adverb. Degrees of comparison denote or indicate or represent a change in the form of an adjective or an adverb. ഒരു നാമവിശേഷണത്തിൻ്റെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ക്രിയാവിശേഷണത്തിൻ്റെ ആഡ്വർബ്, അതിൻ്റെ ആ ഒരു ഫോമിലുള്ള മാറ്റം, ആ ഒരു രൂപത്തിലുള്ള മാറ്റത്തെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ സൂചിപ്പിക്കുന്നത്. ദേ ഡിനോട്ട് ഗ്രേറ്റർ or smaller degrees of quantity, quality or manner. ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒന്നിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയും സ്വഭാവവും അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൂടുതൽ കുറവ് കാണിക്കുന്നതിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. അതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചെയ്യുന്നത്. ദർ ആർ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. പോസിറ്റീവ് ഡിഗ്രി, ദി ബേസിക് ഫോം, ആദ്യത്തെ രൂപം പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. What is positive degree? It expresses the quality of an object without any increase or diminution. ഇൻക്രീസ് വർധനവ്, ഡിമിനുഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്, കുറവ്. കുറവോ കൂടുതലോ ഒന്നുമില്ലാതെ, ഏറ്റക്കുറച്ചിലൊന്നുമില്ലാതെ ആ ബേസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഫണ്ടമെൻ്റൽ ഫോം, അത് ആ അടിസ്ഥാന രൂപം, അതിനാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മാനർ യാതൊരു വ്യത്യാസമില്ലാതെ അതിൻ്റെ അടിസ്ഥാന രൂപത്തിൽ പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദി പോസിറ്റീവ് ഇൻ സിഗ്നിഫിക്കേഷൻ. അല്പവർധന ഉണ്ടാകുന്നു ഈ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും മാനറിലും ഒക്കെ. കമ്പാരിറ്റീവ് ഡിഗ്രി അല്പം വർധന ഉണ്ടാകുന്നു. ഒരു പ്രധാന കാര്യം, കമ്പാരിറ്റീവ് ഡിഗ്രി ഈസ് യൂസ്ഡ് വെൻ 2 factors are being compared. When 2 things or 2 factors are being compared, comparative degree is used. അപ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും ഉയർന്ന അപ്പെക്സ് സെനിത്ത് ഫോമിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന രൂപത്തിലുള്ളത്, അതാണ് സൂപ്പർലേറ്റീവ്. ഏറ്റവും ഉയർന്നത് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും. ഇത് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദി പോസിറ്റീവ് ടു ദി ഹയസ്റ്റ് ഓർ ദി ലോവസ്റ്റ് ഡിഗ്രി. ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദി പോസിറ്റീവ് ഡിഗ്രി. ഏറ്റവും താഴ്ന്ന രൂപത്തിൽ ഒന്നിൽ അങ്ങ് ഉയർത്തുന്നു അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിൽ ഏറ്റവും താഴ്ന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദി പോസിറ്റീവ് ഡിഗ്രി ടു ദി ഹയസ്റ്റ് ഓർ ടു ദി ലോവസ്റ്റ് ഡിഗ്രി. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ 3 or more than ഫാക്ടേഴ്സ് ആർ ബീയിങ് കമ്പയർഡ്. 2 എണ്ണം കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 3 അല്ലെങ്കിൽ അതിലധികമോ കാര്യങ്ങളെ, 3 അതിലേറെയോ കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഈസ് യൂസ്ഡ് വെൻ 3 or more things are being compared. 2 അതിലധികമോ കാര്യങ്ങൾ 3 അതിലധികമോ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ 2 എണ്ണം കമ്പയർ ചെയ്യാൻ കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പം adjectives and adverbs do not change their form within the rules of കമ്പാരിസൺ. ചില അഡ്ജക്റ്റീവ്സിനും ആഡ്വർബ്സിനും ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ റൂൾസ് അനുസരിച്ച് മാറ്റം ഉണ്ടാകത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? ദെയർ കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആർ ഇൻഡിക്കേറ്റഡ് വിത്ത് ദി യൂസ് ഓഫ് മോർ ആൻഡ് മോസ്റ്റ്. മച്ചിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയായ മോറും അതിൻ്റെ മച്ചിൻ്റെ തന്നെ സൂപ്പർലേറ്റീവായ മോസ്റ്റും ഉപയോഗിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ചില ഈ അഡ്ജക്റ്റീവ്സും ആഡ്വർബ്സും. സം അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്സ് ഡു നോട്ട് ഹാവ് എനി ചേഞ്ച് വിത്തിൻ ദ റൂൾസ് ഓഫ് ദി ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. Their comparative degree and superlative are formed with the use of more and most. more most ഉപയോഗിച്ചാണ്. അതായത് ഒരു അഡ്ജക്റ്റീവിലോ ആഡ്വർബിലോ 3 അതിലധികമോ സിലബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സിലബിളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഒരു അഡ്ജക്റ്റീവിലോ ആഡ്വർബിലോ 3 അതിലധികമോ സിലബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവയുടെ കമ്പാരിറ്റീവ് ഉണ്ടാക്കാനായിട്ട് മച്ചിൻ്റെ കമ്പാരിറ്റീവായ മോർ മുമ്പിൽ ഉപയോഗിക്കും.
അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് മച്ചിൻ്റെ സൂപ്പർലേറ്റീവായ മോസ്റ്റ് മുമ്പിൽ ഉപയോഗിക്കുക. എപ്പോഴാണ് ഒരു ആഡ്വർബിൽ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിൽ 3 അതിലധികമോ സിലബിൾസ് ഉണ്ടാകുമ്പോൾ ബ്യൂട്ടിഫുൾ 3 ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളറോ ബ്യൂട്ടിഫുള്ളസ്റ്റോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ബ്യൂട്ടിഫുൾ എന്നുള്ളതിൻ്റെ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. ഇൻ്റലിജൻറ്റ് സിലബിൾസ് ധാരാളമുണ്ട്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ ഇൻ്റലിജൻറ്റ്, മോസ്റ്റ് ഇൻ്റലിജൻറ്റ്. അല്ലാത്തതിനൊക്കെ സാധാരണഗതിയിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം ER ഉപയോഗിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം EST ഉപയോഗിക്കും. ടോളർ, ടോളസ്റ്റ്, ക്ലവറസ്റ്റ് എന്നിങ്ങനെ. അപ്പോൾ അങ്ങനെ ആ സാധാരണ രീതി കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം ER ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം EST ഉപയോഗിക്കുന്നു. അത് സാധാരണ രീതി. നമ്മളെല്ലാം മോറിൻ്റെയും മോസ്റ്റിൻ്റെയും കാര്യം പറയുന്ന അപ്വേഡ് കമ്പാരിസൺസിന്, ഉയർന്ന രീതിയിലുള്ള കമ്പാരിസൺസിനെ കാണിക്കാനാണ് മോർ മോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി താഴോട്ട് പോകുന്ന കമ്പാരിസനെ കാണിക്കാനായിട്ട് ലെസ്സും ലീസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. ലെസ്സിൻ്റെ ഫോംസായ ലെസ്സും ലീസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വൈയിൽ അവസാനിക്കുന്ന ചില ആഡ്വർബ്സിനും അഡ്ജക്റ്റീവ്സിനും കമ്പാരിറ്റീവ് ഡിഗ്രി ചിലതിന് IEST എന്ന് അവസാനം വരും, ചിലതിന് IER എന്ന് വരും അവസാനം. അത് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതി. വൈയിൽ അവസാനിക്കുന്ന ചില ആഡ്ജക്റ്റീവ്സിൻ്റെ ആഡ്വർബ്സിൻ്റെയും കമ്പാരിറ്റീവിന് IER എന്നും അതുപോലെ IEST എന്നും അവസാനം വരും. ഇനി ഇറഗുലർ ഡിഗ്രി, ഇതൊക്കെ വ്യക്തമായി മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഐ ആം ഗോയിങ് ഫാസ്റ്റ്. ഇറഗുലർ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അത് നമുക്കറിയാം. ഗുഡും ബാഡും, ലിറ്റിലും മച്ചും ലേറ്റും ഒക്കെ ആണല്ലോ. ഗുഡ് എന്നുള്ളതിൻ്റെ ഗുഡെന്നോ മോർ ഗുഡെന്നോ അല്ല. കമ്പാരിറ്റീവ് ബെറ്റർ ആണ്. സൂപ്പർലേറ്റീവ് മോസ്റ്റ് ഗുഡാണോ? അല്ലല്ലോ. എന്നാൽ പിന്നെന്താ പിന്നെ ഗുഡസ്റ്റ് ആണോ? അല്ലല്ലോ. അത് വേറൊരു വാക്കാണ്. ബെസ്റ്റാണ്. ബാഡറോ മോർ ബാഡോ അല്ല, വൈസാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് മോസ്റ്റ് ബാഡോ അല്ലെങ്കിൽ ബാഡസ്റ്റോ അല്ല, വസ്റ്റാണ്. ലിറ്റിൽ അതിൻ്റെ കമ്പാരിറ്റീവ് നേരത്തെ പറഞ്ഞു, ലെസ് കമ്പാരിറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ലീസ്റ്റ്. മച്ച് അല്ലെങ്കിൽ മെനി, മച്ചിൻ്റെയും മെനിയുടെയും കമ്പാരിറ്റീവ് ഡിഗ്രി മോറാണ്. സൂപ്പർലേറ്റീവ് മോസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് എന്നുള്ള സൂപ്പർലേറ്റീവ് ലാസ്റ്റ് വേണമെങ്കിൽ ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കാം. ലേറ്റർ, ലേറ്റസ്റ്റ്. ഫാർ, അകലെയുള്ള എന്നുള്ള ഫാർദർ കമ്പാരിറ്റീവ് ഡിഗ്രി. ഫാർദസ്റ്റ്, ഫാർദസ്റ്റ്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സം അഡ്ജക്റ്റീവ്സ് ഡു നോട്ട് പെർമിറ്റ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇല്ല, പോസിറ്റീവ് ഡിഗ്രിയിൽ മാത്രം തുടരുന്ന ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയോ ഒന്നും ഇല്ലാത്ത ചില അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ആഡിക്വേറ്റ്, മോർ ആഡിക്വേറ്റ് എന്നോ മോസ്റ്റ് ആഡിക്വേറ്റ് എന്ന് പറയാനില്ല. ആഡിക്വേറ്റ് ഉപയോഗിക്കാവൂ. അതുപോലെയാണ് കംപ്ലീറ്റ്, കമ്പാരിസൺ ഇല്ല. ഡിവോയിഡ്, ഇല്ലാത്ത എന്നുള്ള ഡിവോയിഡ്. എൻറ്റയർ, കംപ്ലീറ്റ് എന്നുള്ള സെൻസ് വരുന്ന എൻറ്റയറിന് ഇല്ല. ഫൈനൽ, മോർ ഫൈനലോ മോസ്റ്റ് ഫൈനലോ ഒന്നുമില്ല. ഇമ്പോസിബിൾ, മോർ ഇമ്പോസിബിൾ മോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറയത്തില്ലല്ലോ. ഇനെവിറ്റബിൾ, അനിവാര്യമായ എന്നുള്ള ഇനെവിറ്റബിൾ, അതിനും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇല്ല. ഇറവോക്കബിൾ, തിരിച്ചെടുക്കാനാകാത്തത്. ഇറവോക്കബിൾ, മോർ ഇറവോക്കബിൾ എന്നോ മോസ്റ്റ് ഇറവോക്കബിൾ എന്നോ ഇല്ല. മെയിൻ ഇല്ല. പിന്നെ മാനിഫെസ്റ്റ്, മോർ മാനിഫെസ്റ്റ് മോസ്റ്റ് മാനിഫെസ്റ്റ് ഇല്ല. മൈനർ എന്ന് പറഞ്ഞാൽ പിന്നെ മോർ മൈനറോ മോസ്റ്റ് മൈനറോ ഒന്നുമില്ല. പെർപ്പച്വൽ എന്നേക്കുമായുള്ള എന്നുള്ള പെർപ്പച്വൽ, എവർലാസ്റ്റിംഗ് എന്നുള്ള പെർപ്പച്വൽ കമ്പാരിസൺ ഇല്ല. പ്രിൻസിപ്പൽ, പ്രമുഖമായ എന്നുള്ള, അല്ല ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, പ്രമുഖമായ എന്നുള്ള പ്രിൻസിപ്പൽ അതിനില്ല. സ്റ്റേഷനറി, ഏതാ? നിശ്ചലമായ എന്നുള്ള സ്റ്റേഷനറി, അല്ലാതെ മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നുള്ള ERI അവസാനം വരുന്നതല്ല. ഇത് STATIONARY, നിശ്ചലമായ. മോർ സ്റ്റേഷനറി, കൂടുതൽ നിശ്ചലമായ. മോസ്റ്റ് സ്റ്റേഷനറി, ഏറ്റവും കൂടുതൽ നിശ്ചലമായ. അങ്ങനെയല്ല. നിശ്ചലം എന്ന് പറഞ്ഞാൽ അതിനൊരു പൊസിഷനേ ഉള്ളൂ, കൂടുതലും കുറവൊന്നുമില്ല. അതുപോലെ യുനാനിമസ്, വിത്ത് വൺ വോയിസ്, കണ്ടേന എന്നുള്ള യുനാനിമസ്. മോറും മോസ്റ്റ് ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. യുനാനിമസ് എന്നോ യുനാനിമസ്റ്റ് എന്നോ ഒന്നുമില്ല. യൂണിവേഴ്സൽ, ഹോൾ, ഇവയ്ക്കൊന്നും കമ്പാരിസൺസ് ഇല്ല. ചിലപ്പോൾ കറക്ഷൻ വല്ലതും ചോദിച്ചാൽ ഓർമ്മയിരിക്കണം. So once again I am telling the adjectives which do not permit any comparisons. Adequate, complete, devoid, entire,
ഫൈനൽ, ഇമ്പോസിബിൾ, ഇനെവിറ്റബിൾ, ഇറവോക്കബിൾ, മെയിൻ, മാനിഫെസ്റ്റ്, മൈനർ, പെർപ്പച്വൽ, പ്രിൻസിപ്പൽ, സ്റ്റേഷനറി, യുനാനിമസ്, യൂണിവേഴ്സൽ, കംപ്ലീറ്റ്, ഹോൾ. ഹോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മോർ ഹോളോ മോസ്റ്റ് ഹോളോ ഒന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പാരിസൺ തരും, അതിനെ മറ്റ് 2 കമ്പാരിസൺസിലേക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റണം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ആകാശ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. ആകാശ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാ? സൂപ്പർലേറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? ബ്രൈറ്റസ്റ്റ്. വേറൊരു കാര്യം, ഞാൻ ഡെഫിനിറ്റ് ആർട്ടികളുടെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സൂപ്പർലേറ്റീവ്സിന് മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടികൾ ദി ഉണ്ടാകും. ഇവിടെ ഉണ്ടല്ലോ ദ ബ്രൈറ്റസ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആകാശ് ഈസ് ദ ബ്രൈറ്റസ്റ്റ്. ഇപ്പോൾ ഫില്ലപ്പ് ചെയ്യാനൊക്കെ THE കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് വേണം. നമുക്ക് വളരെ പെട്ടെന്ന് അതൊരു ക്ലൂ ആണ്. ദി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അവിടെ സൂപ്പർലേറ്റീവ് വരുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്. ആകാശ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്, അത് സൂപ്പർലേറ്റീവാണ്. നമുക്ക് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി ആൻഡ് കമ്പാരിറ്റീവ് ഡിഗ്രി. യാതൊരു ആശയവ്യത്യാസവും കൂടാതെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിനെ നമുക്ക് പോസിറ്റീവ് ഡിഗ്രിയിലേക്കും കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും മാറ്റണം. ആകാശ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയാണ് ആകാശ്. അപ്പോൾ അതിനെ പോസിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ എങ്ങനെ പറയാം? വേറൊരു കുട്ടിയും ആകാശിനോളം ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലയോ? അതിന് നമ്മൾ ഇങ്ങനെയുള്ളത് സൂപ്പർലേറ്റീവ്സിനെ പോസിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം നോ അതർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നോ അതർ കഴിഞ്ഞാൽ ദി പാർട്ട് ആഫ്റ്റർ ദി സൂപ്പർലേറ്റീവ്. ആദ്യം എന്താ വേണ്ടത്? നോ അതർ. അത് കഴിഞ്ഞാൽ ദി പാർട്ട് ആഫ്റ്റർ ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി ശേഷമുള്ള ഭാഗം മുഴുവനും. പിന്നെ ആ സെൻറ്റൻസിലുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. മിക്കവാറും ഓക്സിലറി വെർബായിരിക്കും വരുന്നത്. വെർബ് ഉപയോഗിക്കണം. അപ്പോൾ അവിടം വരെ എത്ര ഒന്ന് നോക്കിയേ. നോ അതർ, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം, സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്, പിന്നെ നമ്മൾ ഓക്സിലറി ഉപയോഗിച്ചു ഈസ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ഡിഗ്രി അല്ലേ ഉപയോഗിക്കേണ്ടത്? ബ്രൈറ്റസ്റ്റ് എന്നുള്ളതിൻ്റെ ഏറ്റവും താഴ്ന്ന രൂപം ഏതാണ്? ബ്രൈറ്റ്. അതല്ലേ പോസിറ്റീവ് ഡിഗ്രി. ആ പോസിറ്റീവ് ഡിഗ്രിയെ സോ ആസിനിടയിലോ അല്ലെങ്കിൽ ആസിനിടയിലോ അത് നിങ്ങളുടെ യുക്തമാണത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസ്ക്രിപ്ഷൻ. അതിൽ ഒന്നുകിൽ ആസിനിടയിൽ അല്ലെങ്കിൽ ആസിനിടയിൽ ഇടണം. അപ്പോൾ അത്രയും നോക്കിയും. നോ അതർ സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ് ഈസ് സോ ബ്രൈറ്റ് ആസ്, പിന്നെ ഫസ്റ്റ് നൗൺ അങ്ങ് ആഡ് ചെയ്താൽ മതി ആകാശ്. അപ്പോൾ എങ്ങനെ ഇങ്ങനെയുള്ളതിനെ സൂപ്പർലേറ്റീവ് വരുന്നതിന് എങ്ങനെയാണ്? വേറെ ഒരു വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നതിന് എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ആക്കുന്നത്? കയ്യിൽ നിന്നും നോ അതർ ഇടുന്നു, പിന്നെ അത് കഴിഞ്ഞ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം മുഴുവനും, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ സുവാസിനിടയിൽ അല്ലെങ്കിൽ ആസാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി, പിന്നെ ഫസ്റ്റ് നൗൺ ആദ്യം വരുന്ന നൗണിന് അവസാനം ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വന്നാൽ നോ അതർ സ്റ്റുഡൻറ്റ് ഈസ് സോ ബ്രൈറ്റ് ആസ് അല്ലെങ്കിൽ ആസ് ബ്രൈറ്റ് ആസ് ആകാശ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതെന്തോ അങ്ങനെ തരുന്നെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ തരുന്നെങ്കിൽ നിങ്ങൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചിന്തിക്കണം. അവസാനം കിടക്കുന്ന നൗണിന് ആദ്യമാണ് ആകാശ്, പിന്നെ ഓക്സിലറീസ്, പിന്നെ സോയും മാസവും ഒന്നും വേണ്ടല്ലോ അവിടെ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ബ്രൈറ്റസ്റ്റ് നമുക്കറിയാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി മുഴുതായും കൂടെ വേണം. ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. അങ്ങനെ തിരിച്ചുകൂടെ ചിന്തിക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നെ മറ്റേത് പോകുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി. അതിനെന്താ മാർഗം? കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് അങ്ങ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ബ്രൈറ്റസ്റ്റ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ബ്രൈറ്റർ അല്ലേ? പിന്നെ സൂപ്പർലേറ്റീവിൻ്റെ കൂടെ വരുന്ന ഡെഫിനിറ്റ് ആർട്ടികൾ ദീ വേണ്ട. പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ വരുന്ന ഒരു സാധനമുണ്ട്, ദാൻ. എവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടോ അവിടെ ദാനുണ്ട്. അപ്പോൾ നിങ്ങൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് എന്തുപയോഗിക്കുന്നു? കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ബ്രൈറ്റർ ഉപയോഗിച്ചു. ദാൻ. പിന്നെന്താ വേണ്ടുന്നത്? പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഉടനെ തന്നെ ഓൾ അതറും കൂടി ഇടുമ്പോൾ ശരിയാ. ഓൾ അതർ. പിന്നെ ഈ പിന്നീട് വരുന്ന സ്റ്റുഡൻ്റ് എന്നുള്ളതിനെ ഓൾ അതർ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? പ്ലൂറലാക്കണം. ഓൾ അതർ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അപ്പോൾ എങ്ങനെ വന്നു? സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് നിങ്ങൾ കമ്പാരിറ്റീവ് ഡിഗ്രിയും
ദാനും ഉപയോഗിച്ചു. പിന്നെ ഉടനെ വന്നിരിക്കുന്ന നൗണിനെ എന്ത് ചെയ്തു? പ്ലൂറലാക്കി. അത്രേ ചെയ്തുള്ളൂ. പിന്നെ ദീയം കളഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെ വന്നു? ആകാശ് ഈസ് ബ്രൈറ്റർ ദാൻ ഓൾ അതർ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അപ്പോൾ ആകാശ് ഈസ് ബ്രൈറ്റർ ദാൻ ഓൾ അതർ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് എന്നാണ് തരുന്നതെങ്കിൽ അവയെ മറ്റ് ഡിഗ്രീസ് ആക്കാനും തിരിച്ചങ്ങ് ചിന്തിച്ചാൽ മതിയല്ലോ. സൂപ്പർലേറ്റീവ് ആക്കുകയാണെങ്കിൽ ആകാശ് ഈസ് അവിടെ ബ്രൈറ്റർ ദാൻ പകരം ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് മതിയല്ലോ. സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറൽ ഇവിടെ വേണ്ടല്ലോ, സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ തിരിച്ചുകൂടെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഏത് തന്നാലും എങ്ങനെയൊക്കെ മാറ്റം ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്കൊരു സൂപ്പർലേറ്റീവ് വന്നിട്ട് അതിനെ മറ്റതൊക്കെ ആകണമെങ്കിൽ മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ കമ്പാരിറ്റീവ് ഡിഗ്രിയോ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ എന്താ മാർഗം? പോസിറ്റീവ് ആകണമെങ്കിൽ നോ അതർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം മുഴുവനും, പിന്നെ ഓക്സിലറി വെർബ്, സ്വാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി, പിന്നെ ഫസ്റ്റ് നൗൺ. കമ്പാരിറ്റീവ് ഡിഗ്രി ആകണമെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കണം? കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു, പിന്നെ ദാൻ ഉപയോഗിക്കുന്നു, പിന്നെ നൗണിനെ എന്ത് തുടർന്ന് വരുന്ന നൗണിനെ പ്ലൂറലാക്കി മാറ്റുന്നു. അല്ല എത്രയും ചെയ്താൽ മതിയല്ലോ. പിന്നെ ദി എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നതിന് അതിനെ ഒഴിവാക്കുന്നു. ഇത്രയും കാര്യം ചെയ്താൽ മതിയല്ലോ. അടുത്ത ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി നോക്കിയേ. സീമ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഗ്രേസ്ഫുൾ ഡാൻസേഴ്സ്. സീമ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഗ്രേസ്ഫുൾ ഡാൻസേഴ്സ്. വൺ ഓഫ് ആ വന്നിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞൊരു വേരിയേഷൻ ഉണ്ടെന്ന്. വൺ ഓഫ് വരുമ്പോൾ അതിനെ പോസ്റ്റ് ഡിഗ്രി ആകണമെങ്കിൽ നമ്മൾ നോ അതർ അല്ല ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, വെരി ഫ്യൂ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വെരി ഫ്യൂ ഏതല്ല നോ അതർ അല്ല. വൺ ഓഫ് വരുന്ന എക്സ്പ്രഷൻസിൽ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ വെരി ഫ്യൂ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വെരി ഫ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വെരി ഫ്യൂ കഴിഞ്ഞ ഉടനെ എന്താ? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം മുഴുവനും ഇവിടെ ഡാൻസേഴ്സ് എന്നേ ഉള്ളൂ അല്ലേ? വെരി ഫ്യൂ ഡാൻസേഴ്സ്. പിന്നെന്ത് വേണം? വെരി ഫ്യൂ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ വെരി ഫ്യൂ ഉപയോഗിക്കുമ്പം സിംഗുലർ ഓക്സിലറി വെർബിന് പകരം അല്ലെങ്കിൽ സിംഗുലർ വെർബിന് പകരം പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഇവിടെ ഈസ് ആണല്ലോ വെർബ്. ഇപ്പോൾ വെരി ഫ്യൂ ഡാൻസേഴ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈസിന് പകരം ആർ ഉപയോഗിക്കണം. വെരി ഫ്യൂ ഡാൻസേഴ്സ് ആർ. പിന്നെന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ സോആസിനിടയിൽ അല്ലെങ്കിൽ ആസാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ സോആസ് ഉപയോഗിക്കണമെങ്കിൽ സോ ഗ്രേസ്ഫുൾ ആസ്, ഫസ്റ്റ് നൗൺ സുമ. അപ്പം എങ്ങനെ വന്നു? വെരി ഫ്യൂ ഡാൻസേഴ്സ് ആർ സോ ഗ്രേസ്ഫുൾ ആസ് അല്ലെങ്കിൽ ആസ് ഗ്രേസ്ഫുൾ ആസ് സീമ. സുമ എന്ന് ഞാൻ പറഞ്ഞു, സീമ എന്നെഴുതണം. ഇനി അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെയാണ് വരുന്നത്? അത് നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് ഡിഗ്രിയുടെ സ്ഥാനത്ത് എന്ത് വേണം? കമ്പാരിറ്റീവ് ഡിഗ്രിയും ദാനും. അപ്പോൾ സീമ ഈസ് വൺ ഓഫ് ഒന്നും വേണ്ട, വൺ ഓഫ് ഒഴിവാക്കണം. വൺ ഓഫ് എന്ന് കഴിഞ്ഞാൽ വൺ ഓഫ് നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോ പോസ്റ്റ് ഡിഗ്രിയിലോ ആവശ്യമില്ല. പോസ്റ്റ് ഡിഗ്രി അതിന് വരെ നമ്മൾ വെരി ഫ്യൂ എന്നുള്ള സെൻസ് ഉപയോഗിച്ചത്, വെരി ഫ്യൂ ഉപയോഗിച്ച് എക്സ്പ്രഷൻ ഉപയോഗിച്ചത്. ഇവിടെ സീമ ഈസ് പിന്നെ വൺ ഓഫ് വേണ്ട. പിന്നെന്താ? പിന്നെ ഗ്രേസ്ഫുൾ എന്നുള്ളതിൻ്റെ മോസ്റ്റ് ഗ്രേസ്ഫുൾ എന്നുള്ളതിൻ്റെ മോർ ഗ്രേസ്ഫുൾ ദാൻ. പിന്നെ ഉപയോഗിക്കേണ്ടത് മോസ്റ്റ് അതർ നമ്മുടെ കയ്യിൽ നിന്ന് ഉപയോഗിക്കണം. മോസ്റ്റ് ആയാലും മതി. ശ്രദ്ധിക്കണേ, പരീക്ഷയിലും മോസ്റ്റ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. മോസ്റ്റ് അതർ അല്ലെങ്കിൽ മോസ്റ്റ് അതർ ഉപയോഗിക്കുകയാണെങ്കിൽ മോസ്റ്റ് അതർ ഡാൻസേഴ്സ്. മോസ്റ്റ് ആണെങ്കിൽ മോസ്റ്റ് ഡാൻസേഴ്സ് എന്നായാലും മതി, അല്ലെങ്കിൽ മോസ്റ്റ് അതർ ഡാൻസേഴ്സ് ആയാലും മതി. കേട്ടല്ലോ? സീമ ഈസ് മോർ ഗ്രേസ്ഫുൾ ദാൻ മോസ്റ്റ് അതർ ഡാൻസേഴ്സ് അല്ലെങ്കിൽ മോർ ഡാൻസേഴ്സ് എന്ന് മതി. ബംഗളൂരു ഈസ് മോർ ഡെൻസിലി പോപ്പുലേറ്റഡ് ദാൻ മൈസൂരു. ബംഗളൂരു ഈസ് മോർ ഡെൻസിലി പോപ്പുലേറ്റഡ് ദാൻ മൈസൂരു. ഇത് മോർ ഡെൻസിലി പോപ്പുലേറ്റഡ് ദാൻ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, കമ്പാരിറ്റീവ് ഡിഗ്രി ആണല്ലോ. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഡിഗ്രി എങ്ങനെ വരും? നോ അതർ. ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ് ഉള്ളു. ഏതൊക്കെ? ബംഗളൂരും മൈസൂരും മാത്രമേ ഉള്ളൂ. ബംഗളൂരും 2 ഫാക്ടേഴ്സ് ഉള്ളെന്നുണ്ടെങ്കിൽ സൂപ്പർലേറ്റീവ് പറ്റത്തില്ല. പിന്നെ എന്തേ പറ്റത്തുള്ളൂ? പോസിറ്റീവ് ഡിഗ്രി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? 3 അതിലധികമോ ഫാക്ടേഴ്സ് വരുമ്പോഴല്ലേ സൂപ്പർലേറ്റീവ്സ് ഉപയോഗിക്കുന്നത്.
ഇവിടെ ബംഗളൂരും മൈസൂരും മാത്രം 2 ഫാക്ടേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇതിനകത്ത് സൂപ്പർലേറ്റീവ് പറ്റത്തില്ല, പോസ്റ്റ് ഡിഗ്രിയേ പറ്റത്തുള്ളൂ. അതെങ്ങനെ വരും? ബംഗളൂരു ഈസ് മോർ ഡെൻസിലി പോപ്പുലേറ്റഡ് ദാൻ മൈസൂരു. മൈസൂരു ബംഗളൂരിന് അത്ര ഡെൻസിലി പോപ്പുലേറ്റഡ് അല്ല, അത്ര ജനസാന്ദ്രതയുള്ള അല്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതിന് ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയെ പോസിറ്റീവ് ഡിഗ്രി ആക്കുന്നതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ രണ്ടാമത്തെ നൗൺ ആദ്യം എടുക്കണം. ഏതാ രണ്ടാമത്തെ നൗൺ? ബാംഗ്ലൂരു ആണോ മൈസൂരു ആണോ? മൈസൂരു അല്ലേ അവസാനം വന്നിരിക്കുന്നത്? മൈസൂരു രണ്ടാമത്തെ നൗൺ ആദ്യം എടുക്കണം. പിന്നെ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർക്കണം. രണ്ടാമത്തെ നൗൺ ആദ്യം, പിന്നെ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർക്കണം. അത്രയും എവിടെ വരാമെന്ന് നോക്കിയേ. അപ്പോൾ മൈസൂരു ഈസ് നോട്ട്, മൈസൂരു ഈസ് നോട്ടായല്ലോ. ഇനി എന്താ വേണ്ടത്? പോസ്റ്റ് ഡിഗ്രി ആക്കാൻ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ ആസാസിനിടയിൽ അല്ലെങ്കിൽ സ്വാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. മോർ ഡെൻസിലി പോപ്പുലേറ്റഡ് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഡെൻസിലി പോപ്പുലേറ്റഡ് അല്ലേ? ഡെൻസിലി പോപ്പുലേറ്റഡ് അല്ലേ? അത്രയും ഇവിടെ എങ്ങനെയായി? മൈസൂരു ഈസ് നോട്ട് ആസ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആസ്, അല്ലെങ്കിൽ സോ ഡെൻസിലി പോപ്പുലേറ്റഡ് ആസ്. ഇനി ഫസ്റ്റ് നൗൺ. അപ്പോൾ എന്നാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയെ പോസിറ്റീവ് ഡിഗ്രി ആക്കുന്നത് എങ്ങനെ? കമ്പാരിറ്റീവിനെ പോസിറ്റീവ് 2 ഫാക്ടേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി അല്ലേ വരത്തുള്ളൂ. അതിനെ രണ്ടാമത്തെ നൗൺ ആദ്യം എടുക്കണം. പിന്നെ ഓക്സിലറി വെർബിനോട് എന്ത് ചെയ്യണം? നോട്ട് ചേർക്കണം. പിന്നെ സോആസിനിടയിൽ അല്ലെങ്കിൽ ആസാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി. പിന്നെ സെക്കൻഡ് നൗൺ അവസാനം വരണമെന്നേ ഉള്ളൂ. അപ്പം മൈസൂരു ഈസ് നോട്ട് ആസ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആസ്, അല്ലെങ്കിൽ സോ ഡെൻസിലി പോപ്പുലേറ്റഡ് ആസ് ബംഗളൂരു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു സെക്ഷൻ, സരിഗ ഈസ് ബെറ്റർ ദാൻ ഓൾ അതർ സിംഗേഴ്സ് ഇൻ ദി ബാൻഡ്. സരിഗ ഈസ് ബെറ്റർ ദാൻ ഓൾ അതർ സിംഗേഴ്സ് ഇൻ ദി ബാൻഡ്. അപ്പോൾ ഓൾ അതർ സിംഗേഴ്സ് വരുമ്പം എന്താണ് 3-ലധികം ആളുകളുണ്ട്. അതുകൊണ്ട് മറ്റ് 2 ഡിഗ്രീസും പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ സരിഗ ഈസ് ബെറ്റർ ദാൻ എന്നുള്ളതിന് പകരം അതിൻ്റെ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കാം. ഇങ്ങനെ വരും. ആ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് എന്ത് വേണം? സൂപ്പർലേറ്റീവ് ഡിഗ്രിയും. സരിഗ ഈസ് ബെസ്റ്റ്. ഓൾ അതർ വേണോ? പിന്നെ ഓൾ അതർ വേണോ? വേണ്ടല്ലോ. ഓൾ അതർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സരിഗ ഈസ് ദ ബെസ്റ്റ് സിംഗർ ഇൻ ദി ബാൻഡ് എന്നല്ലേ വരുന്നത്. പിന്നെ അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞേ നോ അതർ സിംഗർ ഇൻ ദി ബാൻഡ്. പിന്നെ ഓക്സിലറി ഈസ് അല്ലേ? നോ അതർ സിംഗർ ഇൻ ദി ബാൻഡ് ഈസ് ആസ് പോസിറ്റീവ്, ബെറ്ററിൻ്റെയും ബെസ്റ്റിൻ്റെയും ഗുഡ്. ആസ് ഗുഡ് ആസ് സരിഗ. നോ അതർ സിംഗർ ഇൻ ദി ബാങ്ക് ഈസ് ആസ് ഗുഡ് ആസ് സരിഗ. നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ നോ അതർ ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ശേഷമുള്ള ഭാഗം മുഴുവൻ ഉപയോഗിക്കുന്നു. ഓക്സിലറി വെർബ് ആസാസിനിടയിൽ അല്ലെങ്കിൽ സോആസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി എന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റൊന്ന്, തിരുവനന്തപുരം ഈസ് ക്ലീനർ ദാൻ മോസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. മോസ്റ്റ് സിറ്റീസ് വന്നിരിക്കുന്നു. മോസ്റ്റ് സിറ്റീസ്. ഞാൻ നേരത്തെ മോസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അതർ വേണമെന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാണ് വരുന്നത്? വൺ ഓഫ് വരുന്ന എക്സ്പ്രഷനില്ലേ? അതിൽ ഇങ്ങനെ മോസ്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ അവസാനം മോസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോണം സൂപ്പർലേറ്റീവിൽ വൺ ഓഫ് വരുമെന്നും പോസിറ്റീവ് ഡിഗ്രിയിൽ വെരി ഫ്യൂ വരുമെന്നും വിചാരിച്ചോണം. സൂപ്പർലേറ്റീവിലാണെങ്കിൽ വൺ ഓഫ് എന്നുള്ള എക്സ്പ്രഷൻ വരും, പോസിറ്റീവിലാണെങ്കിൽ വെരി ഫ്യൂ വരും. അത് കഴിഞ്ഞാൽ പിന്നെ പ്ലൂറൽ നൗണായിരിക്കും വരുന്നത് 2-4. അതറിയാമല്ലോ. തിരുവനന്തപുരം ഈസ് ക്ലീനർ ദാൻ മോസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ എങ്ങനെ വരും അതിൻ്റെ സൂപ്പർലേറ്റീവ്? തിരുവനന്തപുരം ഈസ് മോസ്റ്റ് അവസാനം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ് അതറോ ഒക്കെ വരാമെന്ന് പറഞ്ഞല്ലോ നേരത്തെ. തിരുവനന്തപുരം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ്, അല്ലല്ലോ, തിരുവനന്തപുരം ഈസ് ക്ലീനർ ദാൻ മോസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ക്ലീനർ അല്ലേ? ക്ലീനറിൻ്റെ സൂപ്പർലേറ്റീവ് എന്താണ്? ക്ലീനസ്റ്റ്. തിരുവനന്തപുരം ഈസ് വൺ ഓഫ്. ഇങ്ങനെ മനസ്സിലായി വൺ ഓഫ് വേണമെന്ന് അവസാനം മോസ്റ്റ് കണ്ടതുകൊണ്ട്. തിരുവനന്തപുരം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ്, വീണ്ടും മോസ്റ്റ് വരുവാണല്ലോ. ദി ക്ലീനസ്റ്റ്. തിരുവനന്തപുരം ഈസ് ദ ക്ലീനസ്റ്റ്. സൂപ്പർലേറ്റീവ് ആയതുകൊണ്ടാണ് ദി ഉപയോഗിച്ചത്. ദ ക്ലീനസ്റ്റ്, വൺ ഓഫ് ദി ക്ലീനസ്റ്റ്. പിന്നെന്താ വേണ്ടത്? പ്ലൂറൽ അല്ല, സിറ്റീസ്. മറ്റേതും സിറ്റീസ് അടക്കുന്നത്. സിറ്റീസ് ഇൻ ഇന്ത്യ.
തിരുവനന്തപുരം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇനി അതിൻ്റെ പോസ്റ്റ് ഡിഗ്രി എങ്ങനെയാണ്? വെരി ഫ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വെരി ഫ്യൂ കഴിഞ്ഞാൽ ദി പാർട്ട് ആഫ്റ്റർ ദി കമ്പാരിറ്റീവ് ഡിഗ്രി ഓർ സൂപ്പർലേറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിയോ സൂപ്പർലേറ്റീവ് ഡിഗ്രി ശേഷമുള്ള ഭാഗം മുഴുവനും വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ. പിന്നെ വേണ്ടത് എന്താ? പ്ലൂറൽ വെർബാണ്. നമുക്കിവിടെ ഈസ ഉള്ളതെങ്കിൽ അതിൻ്റെ പ്ലൂറൽ വെർബ് ആർ. വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ആസ് ക്ലീൻ ആസ് അല്ലേ, അല്ലെങ്കിൽ ക്ലീൻ അല്ലേ പോസ്റ്റ് ഡിഗ്രി, അല്ലെങ്കിൽ സോ ക്ലീൻ ആസ് തിരുവനന്തപുരം. അതായാലും ശരി. ഇനി സച്ചിൻ ഈസ് മോർ സ്കിൽഫുൾ ദാൻ മോസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അതർ പ്ലേയേഴ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം സച്ചിൻ ഈസ് മോർ സ്കിൽഫുൾ, കൂടുതൽ കഴിവുള്ള ആളാണ്. മോർ സ്കിൽഫുൾ ദാൻ മോസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ഇന്ത്യ. മോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി. വൺ ഓഫ് ആവേണ്ടതാണ് ഇതിൽ സൂപ്പർലേറ്റീവിൽ. പോസ്റ്റ് ഡിഗ്രിയിലാണെങ്കിൽ ആദ്യം വെരി ഫ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് എങ്ങനെ ഉണ്ടാകും? സച്ചിൻ ഈസ് വൺ ഓഫ് മോർ സ്കിൽഫുൾ. അതിൻ്റെ സൂപ്പർലേറ്റീവ് മോസ്റ്റ് സ്കിൽഫുൾ. സച്ചിൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സ്കിൽഫുൾ പ്ലേയേഴ്സ് ഇൻ ഇന്ത്യ. ഇനി അതിൻ്റെ പോസിറ്റീവ് വെരി ഫ്യൂ. പിന്നെ അവസാനത്തെ ഭാഗം പ്ലേയേഴ്സ് ഇൻ ഇന്ത്യ. പിന്നെ പ്ലൂറൽ ഓക്സിലറി വെർബ് വേണം. ആർ സോ സ്കിൽഫുൾ, അല്ലെങ്കിൽ എന്താ? ആസ് സ്കിൽഫുൾ ആസ്, സോ സ്കിൽഫുൾ ആസ് സച്ചിൻ. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചിലപ്പോൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അങ്ങനെ ചോദിക്കുന്നതിൽ ഫിൽ ഇൻ. അത് കണ്ടാൽ ഞാൻ പറഞ്ഞല്ലോ ക്ലൂസ്. അതായത് ദീ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ട് അറിയാം സൂപ്പർലേറ്റീവ് വേണമെന്ന്. അതല്ലാതെ പിന്നെ ദാൻ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദാൻ കിടപ്പുണ്ടെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി വേണ്ടതെന്ന് മനസ്സിലാക്കാം. കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. സരോജിനി ഡാഷ് ഗേൾ ഇൻ ദി ക്ലാസ്. ക്ലാസ്സിലെ ഡാഷാണ് സരോജിനി. ഇൻഡസ്ട്രിയസ്, മോർ ഇൻഡസ്ട്രിയസ്, മോസ്റ്റ് ഇൻഡസ്ട്രിയസ്. ക്ലാസ് എന്ന് പറയുമ്പം 3 പേരിലധികം ഉണ്ടല്ലോ. അപ്പോൾ അത് എന്താണ്? 3 പേരിലധികം ഉള്ള കമ്പാരിസൺ അല്ലേ? അപ്പോൾ സൂപ്പർലേറ്റീവ് അല്ലേ? ഇപ്പം ഇൻഡസ്ട്രിയസ് കഠിനാധ്വാനിയായ, മോർ ഇൻഡസ്ട്രിയസ് കൂടുതൽ കഠിനാധ്വാനിയായ, മോസ്റ്റ് ഇൻഡസ്ട്രിയസ്. അതല്ലേ ശരി? സരോജിനി ഈസ് ദ മോസ്റ്റ് ഇൻഡസ്ട്രിയസ്. അവിടെ ദ കൊടുത്തിട്ടില്ല, ദ നമ്മൾ കയ്യിൽ നിന്നും ഇടുന്നു. ദ മോസ്റ്റ് ഇൻഡസ്ട്രിയസ് നമ്മുടെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ മോസ്റ്റ് ഇൻഡസ്ട്രിയസ് ഗേൾ ഇൻ ദി ക്ലാസ്. ഹിസ് ഹൗസ് ഈസ് ഡാഷ് ഫ്രം അവർ കോളേജ് ദാൻ മൈൻ. ഹിസ് ഹൗസ് ഈസ് ഡാഷ് ഫ്രം അവർ കോളേജ് ദാൻ മൈൻ. ദാൻ കണ്ടല്ലോ, പിന്നൊന്നും ആലോചിക്കാനല്ലോ. ഫാർദർ, ഫർദർ, മോർ ഫാർ. മോർ ഫാർ എന്നൊന്നില്ല. ഫാർ എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഫാർദർ അല്ലേ വേണ്ടത്. അടുത്തത് ഐ ഡു നോട്ട് ഇൻറ്റൻഡ് ടു ഡിസ്കസ് ഇറ്റ് എനി ഡാഷ്. ഫാർദർ, ഫർദർ, മോർ ഫാർ. ഐ ഡു നോട്ട് ഇൻറ്റൻഡ് ടു ഡിസ്കസ് ഇറ്റ് എനി ഫർദർ. സോ അടുത്തത് ദിസ് ഈസ് ദി ഡാഷ് ടൈം ഓഫ് ദി ഇയർ ഓഫ് ദി ബാങ്കേഴ്സ്. ദിസ് ഈസ് ദ ഡാഷ് ടൈം ഓഫ് ദി ഇയർ ഓഫ് ദി ബാങ്കേഴ്സ്. ബാങ്കേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഡാഷ് ആയിട്ടുള്ള സമയമാണത്. ബിസി, ബിസിയർ, ബിസിയസ്റ്റ്. ദ ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ. ദ കണ്ടാൽ നമുക്കറിയാം സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുക. ദ ബിസിയസ്റ്റ് ഇയർ ഫോർ ദി ബാങ്കേഴ്സ്. ദി മാംഗോസ് ദാറ്റ് ഗ്രോ ഇൻ മൈ ഓർച്ചേഡ്. ഓർച്ചേഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫ്രൂട്ട് ട്രീസ് വളരുന്ന ഗാർഡനാണ് ഓർച്ചേഡ് എന്ന് പറയുന്നത്. ദി മാംഗോസ് ദാറ്റ് ഗ്രോ ഇൻ മൈ ഓർച്ചേഡ് ആർ ഡാഷ് ദാൻ ദി വൺസ് യു ഗെറ്റ് ഇൻ ദി മാർക്കറ്റ്. ദാൻ കണ്ടപ്പോഴേ മനസ്സിലായി കമ്പാരിറ്റീവാണ്. ഓപ്ഷൻസ് സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. സ്വീറ്ററിലേ ഉപയോഗിക്കാൻ പറ്റൂ. സി നോർ വിൽ യു ഫൈൻഡ് എ ഫ്രണ്ട് ഡാഷ് ദാൻ പ്രഹ്ലാദ്. പ്രഹ്ലാദിനേക്കാളും നല്ലൊരു സുഹൃത്തിനെ കാണാൻ പറ്റത്തില്ല. ട്രൂ, ട്രൂവർ, ട്രൂവസ്റ്റ്. ദാൻ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്താ കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ വേണ്ടത്. നെവർ വിൽ യു ഫൈൻഡ്. നോർന്ന് ഞാൻ പറഞ്ഞു, അത് ഒരു ഓർമ്മക്കുറവായി പോയി. നെവർ വിൽ യു ഫൈൻഡ് എ ഫ്രണ്ട് ദാൻ പ്രഹ്ലാദ്. അവിടെ ദാൻ കണ്ടപ്പോഴേ മനസ്സിലായി എന്താണ് കമ്പാരിറ്റീവാണ്. അപ്പോൾ ട്രൂവർ അല്ലേ വേണ്ടത്. ഇനി ചേഞ്ച് ദി ഡിഗ്രി ഓഫ് കമ്പാരിസൺ വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ്. ഗോപാൽ ഈസ് ദി ക്ലവറസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്.
അതിനെ പോസ്റ്റ് ഡിഗ്രി ആക്കൂ. ആദ്യം ക്ലവറസ്റ്റിന് പകരം ക്ലവർ ആക്കൂ. നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ ക്ലവറാസ് അല്ലെങ്കിൽ ആസ് ക്ലവറാസ് ഗോപാൽ. കമ്പാരിറ്റീവ് ഡിഗ്രി ഗോപാൽ ഈസ് ക്ലവറർ ദാൻ all other students in the class, all other boys in the class. No other, അടുത്തത് no other animal is so useful as elephant. അതെങ്ങനെ വരും പോസിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ? ഇത് പോസിറ്റീവ് ഡിഗ്രി ആണല്ലോ. നോ അതർ അനിമൽ ഈസ് സോ യൂസ്ഫുൾ ആസ് എലിഫൻറ്റ്. അതിനെ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കും ആദ്യം. The elephant is useful in the superlative most useful. Elephant is the most useful animal. In comparative, the elephant is more useful than all other animals. All other animals. ഇനി മറ്റൊന്ന്, very few men are as industrious as Ragesh. Very few men are as industrious as Ragesh. വെരി ഫ്യൂ നമ്മളെപ്പോഴാണ് വരുന്ന വൺ ഓഫ് വരുന്ന എക്സ്പ്രഷൻസ് അല്ലേ? സൂപ്പർലേറ്റീവിൽ വൺ ഓഫ് വരുമല്ലേ ചെയ്യുന്നത്. പിന്നെ കമ്പാരിറ്റീവിൽ അവസാനം മോസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അതർ വരും. അപ്പോൾ നമുക്കിതിനെ വെരി ഫ്യൂവിനെ നമുക്കൊരു കാര്യം ചെയ്യാം. വെരി ഫ്യൂ വരുന്നതിന് ആദ്യം നമുക്കിതിനെ സൂപ്പർലേറ്റീവ് ആക്കി മാറ്റാം. വെരി ഫ്യൂ മെൻ ആർ ആസ് ഇൻഡസ്ട്രിയസ് ആസ് രാകേഷ്. രാകേഷ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഡസ്ട്രിയസ് men. Comparative, Ragesh is more industrious than most men അല്ലെങ്കിൽ most other men അല്ലേ? അടുത്തത്, the tiger is the most ferocious animal. most ferocious superlative. നമുക്കതിനെ പോസിറ്റീവും കമ്പാരിറ്റീവും ആകാം. ഇത് എളുപ്പമാണല്ലോ. no other animal is so ferocious as അല്ലെങ്കിൽ as ferocious as tiger എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. കമ്പാരിറ്റീവ്, ദി ടൈഗർ ഈസ് മോർ ഫെറോഷ്യസ് ദാൻ ഓൾ അതർ ആനിമൽസ്. ശരിയല്ലോ. ജർമ്മനി ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ്. ജർമ്മനി ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ്. വൺ ഓഫാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് എന്താ വേണ്ടത്? പിന്നെ പോസിറ്റീവ് ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്യണം? വെരി ഫ്യൂ ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ അവസാനമില്ല മോസ്റ്റ് അതർ വരുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് ഡിഗ്രി ആക്കുന്നത് എങ്ങനെയാണ്? വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദി വേൾഡ്. പിന്നെ ഓക്സിലറി എന്ന് പറയുന്നത് എന്താകണം? പ്ലൂറലാണ്. ആർ സോ റിച്ചസ്റ്റ് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് റിച്ച്. സോ റിച്ച് ആസ് ജർമ്മനി എന്നായപ്പോൾ പോസിറ്റീവായി. ഇനി നമുക്കതിനെ കമ്പാരിറ്റീവ് ആക്കണം. ജർമ്മനി ഈസ് റിച്ചർ ദാൻ മോസ്റ്റ് കൺട്രീസ് ഇൻ ദി അല്ലെങ്കിൽ മോസ്റ്റ് അതർ കൺട്രീസ് അല്ലെങ്കിൽ മോസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ് ആയപ്പോൾ അതും ശരിയായി. ബംഗളൂരു ഈസ് ദി ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. നോ അതർ സിറ്റി ഇൻ ഇന്ത്യ ഈസ് ആസ് ക്ലീൻ ആസ് ബംഗളൂരു എന്ന് പറഞ്ഞപ്പോൾ അതെന്തായി? പോസിറ്റീവായി. ഇനി അതിൻ്റെ കമ്പാരിറ്റീവ്, ബംഗളൂരു ഈസ് ക്ലീനർ ദാൻ ഓൾ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി. അപ്പോൾ ഇത് നിങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസിൽ വ്യക്തമായി കുറേ സമയം എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. ലുക്കിംഗ് ആറ്റ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് മലയാളത്തിൽ കർത്തരി പ്രയോഗം, പാസീവ് വോയിസ് കർമ്മണി പ്രയോഗം. ഇൻ ആക്റ്റീവ് വോയിസ് ദി ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി സബ്ജക്റ്റ്. കർത്താവിനാണ് ആക്റ്റീവ് വോയിസിൽ പ്രാധാന്യം. വേറാസ് ഇൻ പാസീവ് വോയിസ് ദി ഇമ്പോർട്ടൻസ് ഓർ ദി സിഗ്നിഫിക്കൻസ് ഈസ് ഗിവൺ ടു ദി ഓബ്ജക്റ്റ്. പാസീവ് വോയിസിൽ പ്രാധാന്യം ഓബ്ജക്റ്റിനാണല്ലോ. നമ്മളിവിടെ പാസീവ് വോയിസിൻ്റെ കാര്യം പറയുന്നു. ഈ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആകുമ്പം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. സം ഓഫ് ദി റൂൾസ് വി ഹാവ് ടു ഫോളോ വൈൽ വി ആർ കൺവേർട്ടിങ് എ സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ് ഇൻറ്റു പാസീവ് വോയിസ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? ആക്റ്റീവ് വോയിസിലുള്ളൊരു വാക്യത്തെ പാസീവ് വോയിസ് ആകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, ട്രാൻസിറ്റീവ് വെർബിന് മാത്രമേ, കർമ്മമുള്ള ഓബ്ജക്റ്റുള്ള വെർബിന് മാത്രമേ എന്തുള്ളൂ? പാസീവ് വോയിസ് ഉള്ളൂ. ഓബ്ജക്റ്റ് ആണല്ലോ ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസിൽ നമ്മൾ പ്രാധാന്യം സബ്ജക്റ്റിനോട് എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനം നമ്മൾ എന്തിനു കൊടുക്കുന്നു? സബ്ജക്റ്റിന് കൊടുക്കുന്നു. ഇൻ പാസീവ് വോയിസ് ദി ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി ഓബ്ജക്റ്റ്. പാസീവ് വോയിസിൽ പ്രാധാന്യം ഓബ്ജക്റ്റിന് കൊടുക്കുന്നു പറയുമ്പോൾ ആദ്യ സ്ഥാനം ഓബ്ജക്റ്റിന് കൊടുക്കണം. അവസാനം കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം കൊണ്ടുവരണം. രാജു എന്ന് അവസാനം കിടന്നാൽ അതിനെ ആദ്യം എടുക്കണം. പിന്നെ ഈ പ്രോനൗൺസ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് കേസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോമിനേറ്റീവ് കേസ് അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സണൽ പ്രോനൗൺ നോമിനേറ്റീവ് കേസ് എടുക്കണം. ചിലപ്പോൾ അവസാനം കിടക്കുമ്പോൾ ഹിം എന്നായിരിക്കും. നമ്മൾ അതിനെ പാസീവ് വോയിസിൽ ആദ്യം എടുക്കുമ്പം ഹിമ്മിന് പകരം ഹീ എടുക്കണം.
ദമ്മെന്നായിരിക്കും ഓബ്ജക്റ്റ് കിടക്കുന്നത്. നമ്മൾ പാസീവ് വോയിസിൽ ഓബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുമ്പം ദമ്മിന് പകരം ദേന്ന് എടുക്കണം. പാസീവ് വോയിസിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒബ്ജക്റ്റിനെ എടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ് കേസിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നോമിനേറ്റീവ് കേസിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ പാലിക്കാനുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. പാസീവ് വോയിസിൽ ഒബ്സർവ് ചെയ്യാം. വാട്ട് ആർ ദി തിങ്സ് വി ഹാവ് ടു ഒബ്സർവ് വൈൽ വി ആർ ഡൂയിങ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ സ്ഥാനം ദി ഫസ്റ്റ് പ്ലേസ് ഈസ് ഗിവൺ ടു ദി ഓബ്ജക്റ്റ്. ആദ്യ സ്ഥാനം ഒബ്ജക്റ്റിന് കൊടുക്കുന്നു. പിന്നെന്താ വേണ്ടേ? ഏത് പാസീവ് വോയിസ് ആണെങ്കിൽ, ഏത് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണെങ്കിൽ ദർ മസ്റ്റ് ബി എനി ഓഫ് ദി ഫോം ഓഫ് ദി പ്രൈമറി ഓക്സിലറി ബി. ബി എന്ന് പറയുന്ന പ്രൈമറി ഓക്സിലറിയുടെ ഏതെങ്കിലും ഒരു ഫോം, ഒന്നുകിൽ ബി തന്നെ അതിൻ്റെ റൂട്ട് ഫോമായി ബി തന്നെ വരും, അല്ലെങ്കിൽ ബീയിങ് വരും, അല്ലെങ്കിൽ ബീൻ വരും, പാസ്റ്റ് പാർട്ടിസിപ്പിളായി ബീൻ വരും, അല്ലെങ്കിൽ ആമീസാറ്, അല്ലെങ്കിൽ വാസ് വേർ, എന്തെങ്കിലും കാണും. ഏത് പാസീവ് വോയിസ് ആണെങ്കിലും ബിയുടെ ഒരു ഫോം തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്ന വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കുന്നത്. വേർബ് ഇൻ ദി പാസീവ് വോയിസ് ഈസ് ഇൻ ഓൾവേസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസീവ് വോയിസിൽ വെർബ് എല്ലായ്പ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും. പിന്നെ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് അവസാനമാണ് വരുന്നത്. സബ്ജക്റ്റിനൂടെ ബൈയൂടെ വരണം. ബൈ രാജു എന്നോ ബൈ ഹിമ്മെന്നോ ബൈ ഹെറെന്നോ ബൈ ദമ്മെന്നോ അങ്ങനെ ബൈയൂടെ വരുന്നത്. ബൈ പ്ലസ് സബ്ജക്റ്റിനെ നമ്മൾ ഏജൻ്റ് എന്ന് വിളിക്കും. ബൈ പ്ലസ് സബ്ജക്റ്റ് ഏജൻറ്റ് നമ്മൾ ബൈ പ്ലസ് സബ്ജക്റ്റിനെ വിളിക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാസീവ് വോയിസിൽ ഈ ഏജൻറ്റ്, അതായത് ബൈ പ്ലസ് സബ്ജക്റ്റ് പീപ്പിള്, സമ്മൺ, സംബടി, അല്ലെങ്കിൽ വി ചില സെൻസിൽ ദേ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് പാസീവ് വോയിസ് വേണ്ട. ബൈ ദമ്മെന്ന് ചിലപ്പം വേണ്ട, ബൈ അസെന്ന് ചിലപ്പം വേണ്ട, ബൈ സമ്മണ്ണെന്ന് വേണ്ട, ബൈ സംബടിയെന്നും വേണ്ട, ബൈ പീപ്പിളെന്ന് ഒരിക്കലും വേണ്ട. ആ ഏജൻറ്റ് ക്യാൻ ബി ഒമിറ്റഡ്. ഏജൻറ്റിനെ ഒഴിവാക്കാം പാസീവ് വോയിസിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസീവ് വോയിസിൽ ഓബ്ജക്റ്റ് ആദ്യം കൊണ്ടുവരണം. പിന്നെ പാസീവ് വോയിസിൽ എല്ലാത്തിലും ബിയുടെ ഏതെങ്കിലും ഒരു ഫോമുണ്ട്. പാസീവ് വോയിസിൽ വെർബ് എല്ലായ്പ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളായിരിക്കും. സബ്ജക്റ്റ് അവസാനം പോകുന്നു. ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഏജൻ്റാണ്. ആക്റ്റീവ് വോയിസിൽ വരുന്ന സബ്ജക്റ്റ് സമ്മണോ സംബടിയോ പീപ്പിളോ, ചില സന്ദർഭങ്ങളിൽ വി എ, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ദേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏജൻറ്റ് വേണ്ട. അക്കാര്യം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഓരോ ടെൻസിനും അതിൻ്റേതായ പാസീവ് വോയിസ് ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റ് അറിയാമല്ലോ, സബ്ജക്റ്റിനോട് കഴിഞ്ഞ ഉടനെ വെർബ് വരുന്ന സിമ്പിൾ പ്രസൻറ്റ്. അതിൻ്റെ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ആം ഈസ് ആർ ഉപയോഗിക്കുന്ന അറിയാം. ഓബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഈസ്, പ്ലൂറൽ ആണെങ്കിൽ ആർ, ഐ ആണെങ്കിൽ ആം. ഓബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഏജൻറ്റ്. അതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് വോയിസ് ഫോം. ഇനി സിമ്പിൾ പാസ്റ്റിൻ്റെ ആണെങ്കിൽ അറിയാമല്ലോ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വെർബിൻ്റെ പാസ്റ്റൻസ് വരുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ വരും? ഓബ്ജക്റ്റ് പ്ലസ് ഒരു ചെറിയ വ്യത്യാസം മറ്റേതിൽ നിന്ന്, വാസോർ വേർ, ആമീസാറിന് വരും വാസോ വേറെ വേണമെന്നൊരു വ്യത്യാസം. ഓബ്ജക്റ്റ് പ്ലസ് വാസോർ വേർ പ്ലസ് പി പി ഓഫ് ദി വെർബ് V3 ഫോം. പി പി ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഏജൻറ്റ്. ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ എങ്ങനെ വരും? സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ടെൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെ? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് പ്ലെയിൻ വെർബല്ലേ വരുന്നത്. അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ വരും? ഓബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാലോ ഫ്യൂച്ചർ ആയതുകൊണ്ട് ആ വിൽ ഓർ ഷാലോ വേണം. ഈ ആക്റ്റീവ് വോയിസിലുള്ള ഓക്സിലറി എന്തായാലും വേണം. വിൽ ഓർ ഷാൽ പ്ലസ് ബി. വിൽ ഓർ ഷാൽ കഴിഞ്ഞാൽ റൂട്ടല്ലേ വരാം. അതുകൊണ്ട് നമ്മൾ ബി ഇല്ലാതെ നമുക്ക് പാസീവ് വോയിസ് ഇല്ലല്ലോ, ബി തന്നെ എടുക്കുന്നത്. പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ ഏതിലായാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഏജൻറ്റ്. ഓബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഇത്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ വരും? പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അതിൻ്റെ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് പ്ലസ് അതിനകത്തുള്ള ആമോ ഈസോ ആർ, ഇതിലും വേണം. ഓബ്ജക്റ്റ് പ്ലസ് ആമോ ഈസോ ആർ പ്ലസ് ആമോ ഈസോ ആർ കഴിഞ്ഞാൽ ING ഫോമേ വരാവൂ എന്നുള്ളതുകൊണ്ട് ബിയുടെ ഫോം പാസീവ് വോയിസ് വരുന്ന ബിയുടെ ഫോം ബീയിങ്. അപ്പോൾ ഓബ്ജക്റ്റ് പ്ലസ് ആമോ ഈസോ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം. എല്ലാത്തിലും V3 അല്ലേ വരുന്നത്. പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏജൻറ്റ്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? ഒരു ചെറിയ വ്യത്യാസം. ഇതിൽ ആമി സാറിന് വരെ വാസ് വേർ ഉപയോഗിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് വേർ പ്ലസ് ING ഫോം ദി വെർബല്ലേ. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ, വാസ് ഓർ ഇതിലും വേണം. വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അങ്ങനെയല്ലേ വരുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്നെസ്സിന് പാസീവ് വോയിസ് ഇല്ല, അതുകൊണ്ട് എളുപ്പമായി അത് പഠിക്കേണ്ട. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതിൻ്റെ ഫോർമേഷൻ അങ്ങനെ ടെൻസിൻ്റെ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ആസ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ടെൻസ്
വെർബ് ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. നമുക്ക് പാസീവ് വോയിസിലും വേണ്ട പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട. സീ എന്നുള്ളതിനെ സീനെന്ന് എടുക്കുന്നത് പോലെ, ഗോയ്ക്ക് നമ്മൾ ഗോണെന്ന് എടുക്കുന്ന പോലെ ഇവിടെ അതൊന്നും ചെയ്യണ്ട. ഗോ എന്തായാലും പാസീവ് വോയിസ് വരത്തില്ല, വേറൊരു കാര്യം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതിൻ്റെ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ്. ഹാവ് ഹാസ് ഉപയോഗിക്കുന്ന സാഹചര്യമല്ലോ. സബ്ജക്റ്റ് ഐ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഹാവ്, സിംഗുലർ ആണെങ്കിൽ എന്താ വേണ്ടത് ഹാസ്. അതുപോലെ ഓബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ ഓബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ. നമ്മുടെ ബിയുടെ ഒരു എല്ലാ പാസീവ് വോയിസിലുണ്ടല്ലോ. ഹാവ് ഹാസ് കഴിഞ്ഞാൽ ബീനെ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഓബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് പിന്നെന്താ വേണ്ടത് V3 ഫോം മതി ഒരു പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് അതെങ്ങനെ വരും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ആഡ് പ്ലസ് V3 ഫോം മതി ഉറപ്പല്ലേ. അതിൻ്റെ പാസീവ് വോയിസ് ഓബ്ജക്റ്റ് പ്ലസ് ആഡ് പ്ലസ് ബീൻ. മറ്റത് ഹാവിന് ഹാസിനാരും ഇവിടെ ആഡ് വന്നേ ഉള്ളൂ. ഓബ്ജക്റ്റ് പ്ലസ് ആഡ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം മതി ഒരു പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏജൻറ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ദീസ് ആർ ദി പാസീവ് വോയിസ് ഫോം. പിന്നെ ചില ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ പിന്നെ ടേക്ക് ദി ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസീവ് വോയിസ് അതിന് ആദ്യം വരുന്ന ലെറ്റാണ് വരുന്നത്, ലെറ്റ്. പിന്നെ ഓബ്ജക്റ്റ് ദ ബുക്ക്, പിന്നെ ബി തന്നെ വരും ഇവിടെ ബി. പിന്നെ വെർബിൻ്റെ V3 ടേക്കൺ, ലെറ്റ് ദി ബുക്ക് ബി ടേക്കൺ, അല്ലെങ്കിൽ ദി ബുക്ക് ഷുഡ് ബി ടേക്കൺ എന്നും വേണമെങ്കിൽ പറയാം. ദി ബുക്ക് ഷുഡ് ബി ടേക്കൺ എന്ന് പറയാം. അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. ലെറ്റ് ദി ബുക്ക് ബി ടേക്കൺ. ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ലെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബി ബ്രോട്ട്, അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനത് വേഗത്തിൽ പറഞ്ഞു. പാസീവ് വോയിസിൻ്റെ വീഡിയോസ് വളരെ വ്യക്തമായി എലാബറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് വാച്ച് ദം. ഞാനൊന്നും എന്താ മെമ്മറി റിവൈസ് ചെയ്യില്ലേ നമ്മൾ. വി ആർ ഓൺലി റിവൈസിങ്. ദാറ്റ് മീൻസ് ഐ ആം മേക്കിംഗ് യു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഇത് ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അപ്പോൾ നോക്കി ഒരു പാസീവ് വോയിസ് യു ക്യാൻ ലിസൺ ടു ദി ന്യൂസ് ഓൺ ദി റേഡിയോ. യു ക്യാൻ ലിസൺ ടു ദി ന്യൂസ് ഓൺ ദി റേഡിയോ. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ് ഏതാണ്? ദി ന്യൂസ് അല്ലേ, ദി ന്യൂസ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. മോഡൽ ഓക്സിലറീസ് വരുന്നതിൻ്റെ പാസീവ് വോയിസ് വില്ലോ ഷാലിൻ്റെ കാര്യം പറഞ്ഞു. ക്യാൻ, മേ, മൈറ്റ്, മസ്റ്റ്, ഷുഡ്, വുഡ്. അതെങ്ങനെയാണ്? ഈ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ കാര്യം പറയുന്നതാണ്. ഓബ്ജക്റ്റ് പ്ലസ് ഏത് മോഡൽ ഓക്സിലറി ആണോ സെൻറ്റൻസിൽ വന്നിരിക്കുന്ന ആ മോഡൽ ഓക്സിലറി. അത് കഴിഞ്ഞിട്ട് ബി, പിന്നെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഏജൻറ്റ്. ഏത് മോഡൽ ഓക്സിലറി വരുന്നത് അത് തന്നെ എടുക്കണം. പിന്നെന്ത് വേണം? ബി വേണം. എല്ലാത്തിനും ഉണ്ടല്ലോ ബിയുടെ ഏതെങ്കിലും ഒരു ഫോം. അപ്പോൾ ഇവിടെ നോക്കി യു ക്യാൻ ലിസൺ ടു ദി ന്യൂസ് ഓൺ ദി റേഡിയോ. ദി ന്യൂസ് ക്യാൻ ബി ലിസൺഡ് ഓൺ ദി റേഡിയോ. ദി ന്യൂസ് ക്യാൻ ബി ലിസൺഡ് ഓൺ ദി റേഡിയോ. ബൈ യു എന്ന് വേണ്ട കാര്യമില്ല. അവിടെ യു അണ്ടർസ്റ്റുഡ്. അതവിടെ ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാം. ബൈ യു എന്ന് ചേർത്താലും കുഴപ്പമില്ല, ഏജൻറ്റ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഐ സോ സം ടോയ്സ് ഇൻ ദി അറ്റിക്. അറ്റിക് എന്ന് പറഞ്ഞാൽ മച്ച്, തട്ടുംപുറം. ഐ സോ സം ഓൾഡ് ടോയ്സ് ഇൻ ദി അറ്റിക്. അവിടെ ഏതാ ഓബ്ജക്റ്റ്? സം ഓൾഡ് ടോയ്സ് അല്ലേ, സം ഓൾഡ് ടോയ്സ്. ഐ സോ എന്ന് പറയുന്നത് അത് ഐ സോ സം ഓൾഡ് ടോയ്സ് ഇൻ ദി അറ്റിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് അല്ലേ. സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ? ഓബ്ജക്റ്റ് പ്ലസ് വാസ് ഓവർ പ്ലസ് PP ഓഫ് ദി വെർബ് അല്ലെങ്കിൽ V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഓബ്ജക്റ്റ് എടുക്കൂ, സം ഓൾഡ് ടോയ്സ്. പിന്നെന്താ വേണ്ട? വാസിൽ വേറല്ലേ. ഓൾഡ് ടോയ്സ് വെയർ സീൻ ഇൻ ദി അറ്റിക് ബൈ മീ. സംബഡി ടുക്ക് മൈ പേഴ്സ് ഫ്രം ദി ടേബിൾ. സംബഡി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, ടുക്ക് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് വന്നിരിക്കുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആണ്. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെയാണ് അതിൻ്റെ പാസീവ് വോയിസ്. സംബഡി ടുക്ക് മൈ പേഴ്സ് ഫ്രം ദി ടേബിൾ. സംബഡിയോ സമ്മണോ ഒന്നുകൊണ്ട് ഏജൻറ്റ് വേണ്ട. അപ്പോൾ എങ്ങനെ മതി? ഓബ്ജക്റ്റ് മൈ പേഴ്സ് അല്ലേ. മൈ പേഴ്സ് സിംഗുലർ അല്ലേ. വാസ് ടേക്കൺ ഫ്രം ദി ടേബിൾ ബൈ സംബഡി എന്ന് വേണ്ട. ദേ പ്രൈസ്ഡ് ദി ആർട്ടിസ്റ്റ് ഫോർ ദെയർ നോബിൾ ജെസ്ചർ. ദേ പ്രൈസ്ഡ് ദി ആർട്ടിസ്റ്റ് പ്ലൂറലാണ്, ഫോർ ദെയർ നോബിൾ ജെസ്ചർ. അവിടെ ആർട്ടിസ്റ്റ് എടുത്താൽ പോരെ, ആർട്ടിസ്റ്റിലെ ഓബ്ജക്റ്റ്. ദി ആർട്ടിസ്റ്റ് ഇതും സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് വെയർ പ്രൈസ്ഡ് ഫോർ ദെയർ നോബിൾ ജെസ്ചർ. ബൈ ദം എന്ന് വേണ്ട. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഏജൻറ്റ് അവിടെ വേണ്ട കാര്യമില്ല, അണ്ടർസ്റ്റുഡാണ്. പീപ്പിൾ സെലിബ്രേറ്റ് ഓണം വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് എന്തൂസിയാസം. പീപ്പിളാണ് വന്നിരിക്കുന്ന, ഏജൻറ്റ് എന്തായാലും വേണ്ടല്ലോ. അപ്പോൾ ഓണം അല്ലേ ഇവിടുത്തെ ഓബ്ജക്റ്റ്. ഓണം ഈസ് സെലിബ്രേറ്റഡ്. പീപ്പിൾ സെലിബ്രേറ്റ് സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് ഈസ് സെലിബ്രേറ്റഡ് വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് എന്തൂസിയാസം, അങ്ങനെയല്ലേ വരുന്നത്. പ്രിയ ഗസ്ഡ് ദി കറക്റ്റ് ആൻസർ. ദി കറക്റ്റ് ആൻസർ വാസ് ഗസ്ഡ് ബൈ പ്രിയ എന്നല്ലേ വരുന്നത്.
ഹി ഗേവ് റോങ് അഡ്വൈസ്. റോങ് അഡ്വൈസ് വാസ് ഗിവൺ ബൈ ഹിം അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. ഗേവ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ അത് ആ സെൻറ്റൻസ്. അതുകൊണ്ട് ഓബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ പ്ലസ് B3 ഫോം ദി റിപ്ലൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഫോമല്ലേ വേണ്ടത്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോയും കൂടെ കാണണം. ഇനി നമുക്ക് നോക്കി ചേഞ്ച് ദി വോയിസ് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. ലെറ്റ് ഹിം ഗോ, അതിൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യാനേ പറഞ്ഞുള്ളൂ. ആക്റ്റീവ് വോയിസിലൊക്കെയോ പാസീവ് വോയിസിലൊക്കെയോ. ലെറ്റ് ഹിം ഗോ, അതിൻ്റെ ഇത് ലെറ്റ് ഹിം ഗോ എന്ന് പറയുന്നത് അതെങ്ങനെ വരും? ലെറ്റ് ഹിം ഗോ വന്നു കഴിഞ്ഞാലേ ലെറ്റ് ഹിം ഗോ അവിടുത്തെ ആ ഓബ്ജക്റ്റ് ഏതാണ്? ഹിമ്മിലാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം വരുമ്പോൾ ഹി എടുക്കണം. ഹി ലെറ്റ് ഹിം ഗോ എന്ന് വന്നു കഴിഞ്ഞാൽ ഹി ആദ്യം എടുക്കണം. പിന്നെ നമ്മൾ വേണ്ടത് ഷുഡാണ് എടുക്കേണ്ടത്. ഹി ഷുഡ് കഴിഞ്ഞാൽ ബി അല്ലേ വരുന്നത്. ഹി ഷുഡ് ബി റിലീസ്ഡ്. ഗോ എന്നുള്ളതിന് ഗോണല്ല വേണ്ടുന്നത്. ഹി ഷുഡ് ബി റിലീസ്ഡ് എന്ന് വേണം കേട്ടോ. അത് ഹി ഷുഡ് ബി റിലീസ്ഡ്. പ്ലീസ് ഹെൽപ്പ് ഹിം ഇൻ ഹിസ് വർക്ക്. അത് എന്താണ്? ഇമ്പരറ്റീവ് സെൻറ്റൻസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെന്ത് ചെയ്യാതെ മതി, ലെറ്റ് എടുത്താൽ മതി, പിന്നെ ഓബ്ജക്റ്റ് എടുക്കണം, പിന്നെ ബി വേണം, വെർബിൻ്റെ V3 വേണം. പ്ലീസ് ഹെൽപ്പ് ഹിം ഇൻ ഹിസ് വർക്ക്. ലെറ്റ് ഹിം ബി. ലെറ്റ് ഹിം, ഹിമ്മിനെ പിന്നെ ഹി ആക്കേണ്ട. ലെറ്റ് ആദ്യം വരുമല്ലോ, ലെറ്റ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ആ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് കേസ് തന്നെ എടുത്താൽ മതി. ലെറ്റ് ഹിം ബി ഹെൽപ്ഡ് ഇൻ ഹിസ് വർക്ക് എന്ന് പോലെ. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ മറ്റേ രീതിയിൽ ആദ്യം പറഞ്ഞ രീതിയിലും പറയാം. ഹി ഷുഡ് ബി ഹെൽപ്ഡ് ഇൻ ഹിസ് വർക്ക് എന്ന് വേണമെങ്കിലും പറയാം. ഹി ഷുഡ് ബി ഹെൽപ്ഡ് ഇൻ ഹിസ് വർക്ക് എന്ന് വേണമെങ്കിലും പറയാം. ഓർത്തിരുന്നോണേ, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ ലെറ്റ് ഉപയോഗിച്ച് പറഞ്ഞാൽ അത് ഇമ്പറ്റീവ് സെൻറ്റൻസിൽ വരുമ്പോൾ ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബല്ലേ വരുന്നത്. ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ആ രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാലും മതി. ഷീ വാസ് ഗിവൺ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇത് പാസീവ് വോയിസിലാണ് കിടക്കുന്നത് അല്ലയോ. ഷീ വാസ് ഗിവൺ, കണ്ടോ? ഇത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസിലാണ് കിടക്കുന്നത്. അതിന് ആക്റ്റീവ് വോയിസ് ആക്കണം. ഷീ വാസ് ഗിവൺ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഏജൻറ്റും ഇല്ല. അപ്പം എന്താ, പീപ്പിളോ സമ്മണോ ദേയോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിതിനെ ആക്റ്റീവ് വോയിസിലാക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് വേണം. അപ്പോൾ നമുക്ക് സമ്മൺ എടുക്കാം, അല്ലെങ്കിൽ സമ്പടി എടുക്കാം. സമ്മൺ വാസ് ഗിവൺ എന്നുള്ളതിനെ തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരും? ഗേവ് അല്ലേ വരുന്നത് സിമ്പിൾ പാസ്റ്റിൽ. സമ്മൺ ഗേവ്. ഷീ അവസാനം പോകുമ്പോൾ ഹെർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ്. ഇത് ഡ്രൈ ട്രാൻസിറ്റീവ് വെർബുകളാണ്, രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഹെറും ഷീ ബ്യൂട്ടിഫുൾ ഡ്രസ്സും. ദി പോർഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഏർലി. ദി പോർഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഏർലി കിടക്കും. അത് കണ്ടത് നോക്കി, പാസീവ് വോയിസിലാണ് കിടക്കുന്നത്, ആക്റ്റീവ് വോയിസിലാക്കണം. ദി പോർഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഏർലി. അവിടെയും ഏജൻ്റ് ഇല്ല. അണ്ടർസ്റ്റുഡാ, നിങ്ങളോടല്ലേ പറയുന്നത് പോർഷൻ നേരത്തെ തീർക്കണമെന്ന്. അപ്പം എങ്ങനെ വരും അത്? യു മസ്റ്റ് കംപ്ലീറ്റ് ദി പോർഷൻ ഏർലി എന്നല്ലേ വരുന്നത് ആക്റ്റീവ് വോയിസ് ആക്കുമ്പോൾ. തിരിച്ചുകൂടെ ചിന്തിക്കാൻ പഠിക്കണം. യു മസ്റ്റ് കംപ്ലീറ്റ് ദി പോർഷൻ ഏർലി എന്നല്ലേ വരേണ്ടത്. അങ്ങനെയല്ലേ വരേണ്ടത്.